സന്തോഷിക്കാൻ വേണ്ടത്. വയോധികൻ എന്നും വനാതിർത്തിയിലെ മരച്ചുവട്ടിൽ ധ്യാനനിരതനാണ്. സ്ഥിരം അതുവഴി മരം വെട്ടുകാരൻ നടന്നു പോയിരുന്നു. ഒരിക്കൽ വയോധികൻ അയാളോട് ചോദിച്ചു, "നിങ്ങൾക്കു ജീവിക്കാനുള്ളത് ഇതിൽ നിന്നു ലഭിക്കുന്നുണ്ടോ?" "ഇല്ലെന്നായിരുന്നു മറുപടി." വയോധികൻ പറഞ്ഞു, "കുറച്ചുകൂടി നടന്നാൽ ചന്ദന മരങ്ങളുണ്ട്." മരം വെട്ടുകാരന് സന്തോഷമായി. അവ വിറ്റപ്പോൾ വരുമാനം മൂന്നിരട്ടിയായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വയോധികൻ പറഞ്ഞു, "ചന്ദനമരങ്ങൾക്കപ്പുറം സ്വർണ്ണ ഖനിയുണ്ട്." അത് കണ്ടെത്തിയതോടെ അയാളുടെ കഷ്ടപ്പാടെല്ലാം മാറി. വയോധികൻ വീണ്ടും സഹായിച്ചു. "അതിനുമപ്പുറം രത്നങ്ങളുണ്ട്." ആവശ്യത്തിന് രത്നങ്ങളുമായി അയാൾ വീട്ടിലേക്ക് പോയി. വർഷങ്ങൾക്കു ശേഷം അയാൾ തിരിച്ചെത്തിയപ്പോൾ അത്രയ്ക്കു സന്തോഷവാനായിരുന്നില്ല. തനിക്ക് എന്തിൻ്റെയോ കുറവുണ്ട് എന്നയാൾ വയോധികനോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഇത്രയും നിധികളെക്കുറിച്ച് അറിവുണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ മരച്ചുവട്ടിൽ തന്നെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ നിന്റെ കുറവിനെക്കുറിച്ച് നിനക്ക് ധാരണ കിട്ടും. 2 തിരിച്ചറിവുകളാണ് ജീവിതഗതി തീരുമാനിക്കുന്നത്. മുൻപിലുള്ള സാധ്യതകൾ കണ്ടെത്തുക എന്നതാണ് ആദ്യത്തേത്. എന്നും കാണുന്നവയോട് മാത്രം പൊരുത്തപ്പെട്ടാൽ നിത്യവൃത്തിക്കുള്ളതു ലഭിക്കും. അധികം അലയുകയോ അധ്വാനിക്കുകയോ വേണ്ട. പക്ഷേ ആ ശീലത്തിനു ചില പോരായ്മകളുണ്ട്. ഒരടി കൂടി മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടും. നിലവിലുള്ളവയോട് മാത്രം പരിമിതപ്പെടുന്നവർ തങ്ങൾക്കെന്തിനൊക്കെ ശേഷിയുണ്ടെന്ന് പോലും കണ്ടെത്തില്ല. ഒരു യാത്രയും ഒരിടത്തും അവസാനിക്കേണ്ടതല്ല. എത്തിച്ചേരുന്ന ഓരോ തീരത്തിനുമപ്പുറം എന്തെങ്കിലും പുതുമയുള്ളതുണ്ടാകും. അത്തരം പര്യവേക്ഷണങ്ങൾക്കു മുതിരാത്തവരുടെയെല്ലാം ജീവിതം വിരസവും ശൂന്യവുമായിരിക്കും. സാധ്യതകൾ മുങ്ങിയെടുക്കാനുള്ള ആവേശത്തിനിടയിൽ നീന്തി തുടിക്കുന്നതിൻ്റെ ആനന്ദം കൈവിടരുത് എന്നതാണ് രണ്ടാമത്തെ തിരിച്ചറിവ്. സമ്പാദിച്ച സ്വത്തുക്കളും നേടിയ ബഹുമതികളും ഒരാളെ സന്തോഷവാനാക്കണമെന്നു നിർബന്ധമില്ല. അവസരങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും ബഹളത്തിനിടയിൽ തനിക്കനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് അനന്യത നഷ്ടപ്പെടാതെ ജീവിക്കാൻ ആളുകളെ പ്രാപ്തമാക്കുന്നത്.